ഹലോ, നമസ്കാരം. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? സെൻറ്റൻസ് കറക്ഷനെ പറ്റിയുള്ള എൻ്റെ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ കുറച്ച് സെൻറ്റൻസുകൾ എഴുതിയിട്ടുണ്ട്. ഈ സെൻറ്റൻസിൽ എല്ലാത്തിലും ചെറിയ ഒരു തെറ്റ് കടന്നുകൂടിയിട്ടുണ്ട്. അത് കണ്ടെത്തി അത് കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇംഗ്ലീഷ് എഴുതുമ്പോൾ ഉണ്ടാകുന്ന തെറ്റുകൾ ഒഴിവാക്കി നന്നായി എഴുതാൻ സഹായിക്കുക എന്നുള്ളതാണ് ഈ സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, നന്നായി ഇംഗ്ലീഷ് എഴുതാൻ കഴിഞ്ഞാൽ അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. നിങ്ങൾക്ക് നിങ്ങളെ കൂടെ ജോലി ചെയ്യുന്ന നിങ്ങളെ സഹപ്രവർത്തകരെയും നിങ്ങളെ മേലുദ്യോഗസ്ഥരെയും ഒക്കെ ഇമ്പ്രസ് ചെയ്യാൻ പറ്റും. അതോടൊപ്പം നിങ്ങൾ സ്റ്റുഡൻസ്, അതായത് ജോലിക്ക് ശ്രമിക്കുന്നവരാണെങ്കിൽ, കോമ്പറ്റീറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ, നിങ്ങൾക്കറിയാമല്ലോ ഇംഗ്ലീഷ് അതിൻ്റെ ഒരു കാര്യപ്പെട്ട ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ അത് ഇംഗ്ലീഷ് നന്നായി എഴുതാൻ കഴിഞ്ഞാൽ, അതിൽ നന്നായി പെർഫോം ചെയ്യാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന ജോലി നേടാനും അത് സഹായിക്കും. അതിന് നമ്മൾ ഗ്രാമർ പഠിക്കേണ്ടതുണ്ട്. പക്ഷേ നിങ്ങൾ ഗ്രാമർ സ്പോക്കൺ ഇംഗ്ലീഷിലേക്ക് കടുപ്പവരെ ഗ്രാമറൊന്നും സ്പോക്കൺ ഇംഗ്ലീഷിലേക്ക് കൊണ്ടുവരരുത്. കാരണം അത് നിങ്ങളെ ഫ്ലുവൻസിനെ ബാധിക്കും. ഓക്കെ, ഞാൻ ഈ സബ്ജക്റ്റിനെ പറ്റി, സെൻറ്റൻസ് കറക്ഷനെ പറ്റിയും അതായത് ടൈപ്സ് ഓഫ് എറേഴ്സ് അതിനെപ്പറ്റി മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു. അത് കുറച്ചൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ആയിരുന്നു. ഓക്കെ, കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് ചെയ്തത്. അതിൽ ഞാൻ വേരിയസ് ടൈപ്സ് ഓഫ് എറേഴ്സ്, പിന്നെ അതിൻ്റെ ഉദാഹരണങ്ങളും, പിന്നെ നന്നായി എഴുതാൻ കഴിയാൻ ഉണ്ടാകുന്നതിനെ കൊണ്ടുള്ള ഗുണങ്ങളും ഒക്കെ പറഞ്ഞിരുന്നു. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ പോസ്റ്റ് ചെയ്യാം. ഇനി നമുക്ക് ആദ്യത്തെ സെൻറ്റൻസിലേക്ക് പോകാം അല്ലേ? ഈസ് ദർ സം ചാൻസ് ഓഫ് വിസിറ്റിംഗ് ഹെർ അറ്റ് ദി ഹോസ്പിറ്റൽ? ഇതൊരു ചോദ്യമാണ് അല്ലേ? ഇതൊരു ഇൻറ്ററഗേറ്റീവ് സെൻറ്റൻസ് ആണ്. ഒന്ന് രണ്ട് ടൈപ്പ് ഓഫ് സെൻറ്റൻസുകളുണ്ട്. അതായത് ഡിക്ലറേറ്റീവ് സെൻറ്റൻസ്, എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ്, ഇംപെറേറ്റീവ് സെൻറ്റൻസ്, ഇൻറ്ററഗേറ്റീവ് സെൻറ്റൻസ്. ഇതൊരു ഇൻറ്ററഗേറ്റീവ് സെൻറ്റൻസ് ആണ് അല്ലേ? ഇതിലെവിടെ തെറ്റെന്ന് പറയാൻ പറ്റുന്നുണ്ടോ? ഇതിൽ ഒരു അഡ്ജക്റ്റീവിലാണ് തെറ്റുള്ളത്. ഓക്കെ, ഞാൻ പറഞ്ഞു ഇതൊരു ഇൻറ്ററഗേറ്റീവ് സെൻറ്റൻസ് ആണ് അല്ലേ? അപ്പം ഇവിടെ സമ്മിന് പകരം എനി ആണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, ഇൻറ്ററഗേറ്റീവ് സെൻറ്റൻസിൽ സമ്മിന് പകരം എനിയാണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ കറക്റ്റ് സെൻറ്റൻസ് ഈസ് ദർ എനി ചാൻസ് ഓഫ് വിസിറ്റിംഗ് ഹെർ അറ്റ് ദി ഹോസ്പിറ്റൽ. അങ്ങനെയാണ് അത് സെൻറ്റൻസ് കറക്റ്റ് ചെയ്യാൻ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സെൻറ്റൻസ് നോക്കാം അല്ലേ? ഇൻ ദി ബഡ്ജറ്റ് മച്ച് ഓഫ് ദി പ്രോബ്ലംസ് റിലേറ്റഡ് ടു ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഹാവ് നോട്ട് ബീൻ അഡ്രസ്ഡ്. ഇതിലെവിടെ തെറ്റെന്ന് പറയാൻ പറ്റുന്നുണ്ടോ? ഇതിൽ തെറ്റ് മച്ച് എന്ന് പറഞ്ഞ വാക്കിലാണ്. ഓക്കെ, നിങ്ങൾക്കറിയാം നൗണുകൾ കൗണ്ടബിൾ നൗൺ ഉണ്ട്, അൺകൗണ്ടബിൾ നൗൺ ഉണ്ട്. ഓക്കെ, കൗണ്ടബിൾ നൗൺ എന്ന് പറഞ്ഞാൽ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഇപ്പോൾ പേന, ബോർഡ്, ആപ്പിൾ, ഓറഞ്ച്, അതൊക്കെ കൗണ്ടബിൾ നമ്മൾ, അത് നമുക്ക് ഈസി ആയിട്ട്, പിന്നെ അതിൻ്റെ പ്ലൂരലും പറയാൻ പറ്റും. ആപ്പിൾസ്, ഓറഞ്ചസ്, അങ്ങനെയൊക്കെ പറയാം. അതൊക്കെ കൗണ്ടബിൾ നൗണാണ്. അപ്പോൾ ഇനി അൺകൗണ്ടബിൾ നൗൺ എന്ന് പറഞ്ഞാലോ, നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റാത്ത, ഉദാഹരണത്തിന് എയർ, വാട്ടർ, റൈസ്, ഇതൊക്കെ അൺകൗണ്ടബിൾ നൗണാണ്. ഓക്കെ, അവിടെ ഈ പ്രോബ്ലംസ് കൗണ്ടബിൾ നൗണാണ്. അപ്പോൾ നമുക്ക് ഇവിടെ യൂസ് ചെയ്യേണ്ടത് മെനിയാണ്. ഈ മച്ചിന് പകരം മെനി. ഓക്കെ, മച്ച് അൺകൗണ്ടബിൾ നൗണിൻ്റെ കൂടെയാണ് മച്ച് ഉപയോഗിക്കുക. ഇവിടെ പ്രോബ്ലംസ് കൗണ്ടബിൾ നൗൺ ആയതുകൊണ്ട് അതിൻ്റെ കൂടെ മെനിയാണ് ഉപയോഗിക്കുക. അപ്പോൾ നമുക്ക് സെൻറ്റൻസ് ഇങ്ങനെ വായിക്കാം. ഇൻ ദി ബഡ്ജറ്റ് മെനി ഓഫ് ദി പ്രോബ്ലംസ് റിലേറ്റഡ് ടു ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഹാവ് നോട്ട് ബീൻ അഡ്രസ്ഡ്. ഓക്കെ, നമുക്കിനി അടുത്ത സെൻറ്റൻസ് നോക്കാം അല്ലേ? If the principal allows us to
to carry the flag. John and me will be leading the procession. Okay? ഇതൊരു പ്രൊനൗൺ കേസിലുള്ളൊരു മിസ്റ്റേക്കാണ്. ഓക്കെ, പ്രൊനൗൺ കേസ്, സബ്ജക്റ്റീവ് കേസ്, ഒബ്ജക്റ്റീവ് കേസ്, പൊസസീവ് കേസ്, അങ്ങനെയൊക്കെയാണ് കേസുകൾ. ഓക്കെ, ഇതിൽ ഒരു കേസിലുള്ള പ്രൊനൗൺ കേസിലുള്ള മിസ്റ്റേക്കാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ജോൺ ആൻഡ് മീ, ഈ മീ എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റീവ് കേസാണ്. ഓക്കെ, ഇവിടെ നമുക്ക് സബ്ജക്റ്റീവ് കേസാണ് വേണ്ടി. ഉദാഹരണത്തിന് ജോൺ ആൻഡ് ഐ. ഓക്കെ, മീക്ക് പകരം ഐ ആണ് അവിടെ വേണ്ടത്. ഓക്കെ, നമുക്കപ്പോൾ സെൻറ്റൻസ് ഇങ്ങനെ വായിക്കാം. ഇഫ് ദ പ്രിൻസിപ്പൽ അലൗസ് us to carry the flag, John and I will be leading the procession. ഇനി നമുക്ക് അടുത്ത സെൻറ്റൻസ് നോക്കാം അല്ലേ. The actions of the chief minister is a gross abuse of power. ഇതിൽ എവിടെ തെറ്റെന്ന് പറയാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ഇതൊരു സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻറ്റിലുള്ള ഒരു എററാണ്. ഓക്കെ, എറർ ഇൻ സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻറ്റ്. ഓക്കെ, ഇവിടെ നമ്മൾ സബ്ജക്റ്റ് ഏതാന്ന് നോക്കിയാൽ ഇവിടെ സബ്ജക്റ്റ് ശരിക്കും ആക്ഷൻസ് ആണ് സബ്ജക്റ്റ്. പക്ഷെ ഇതിലെ വെർബ് ഈസ്. ഇത് ആക്ഷൻസ് തന്നെ പ്ലൂറലാണ്. ഓക്കെ, പക്ഷെ വെർബ് ഈസ് എന്ന സിംഗുലറാണ്. ഇവിടെ സബ്ജക്റ്റ് ചീഫ് മിനിസ്റ്റർ ആണ് തെറ്റായി ധരിച്ചിട്ടാണ് ഇവിടെ ഈസ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, കറക്റ്റ്ലി ഇത് സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ആക്ഷൻസ് ആണ്, വിച്ച് ഈസ് പ്ലൂറൽ. അപ്പം വെർബും പ്ലൂറൽ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഈസിന് പകരം ഇവിടെ ആറാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ സെൻറ്റൻസ് നമുക്ക് ഇങ്ങനെ വായിക്കാം. ദി ആക്ഷൻസ് ഓഫ് ദി ചീഫ് മിനിസ്റ്റർ ആർ എ ഗ്രോസ് അബ്യൂസ് ഓഫ് പവർ. ഇനി നമുക്ക് അടുത്ത സെൻറ്റൻസ് നോക്കാം അല്ലേ. ദി എംപയർ ഓഫ് ഷാജഹാൻ വാസ് ജിയോഗ്രഫിക്കലി ബിഗർ ദാൻ അക്ബർ. ഇത് എവിടെയാണ് തെറ്റെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? ഇത് എറർ ഇൻ കമ്പാരിസൺ ആണ്. കമ്പാരിസണിൽ പറ്റിയ ഒരു എററാണിത്. ഓക്കെ, ഇവിടെ ദി എംപയർ ഓഫ് ഷാജഹാൻ വാസ് ജിയോഗ്രഫിക്കലി ബിഗർ ദൻ അക്ബർ. അപ്പോൾ ഇവിടെ അക്ബർ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ കറക്റ്റായിട്ട് കമ്പാരിസൺ ശരിയാവണമെങ്കിൽ അക്ബറിൻ്റെ എംപയർ എന്നുള്ള അർത്ഥം വരണം. അപ്പോൾ അതിന് നമുക്കിവിടെ ബിഗർ ദാൻ ദാറ്റ് ഓഫ് ചേർത്ത് കൊടുക്കണം. അപ്പം കറക്റ്റായിട്ട് സെൻറ്റൻസ് ഇങ്ങനെയാണ് കറക്റ്റ് ചെയ്യുക. ദി എംപയർ ഓഫ് ഷാജഹാൻ വാസ് ജിയോഗ്രഫിക്കലി ബിഗർ ദാൻ ദാറ്റ് ഓഫ് അക്ബർ. അങ്ങനെയാണ് ഇത് കറക്റ്റ് ചെയ്യുക. That's it for today's session. Thanks very much for watching all the way to the end. Bye.